നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സണ്ണി ലിയോണിൻ്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഇവർക്ക് പറയാവുന്നതാണ്. ബോളിവുഡ് പ്രമുഖ താരമാണ് സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ എത്തിയാൽ ആൾ കൂടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഈ പരിപാടി നടത്താനിരുന്നത് മറ്റെങ്ങുമല്ല, കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ വിദ്യാർത്ഥികൾ തന്നെയാണ് സണ്ണി ലിയോണിനെ എത്തിക്കണമെന്ന അതിയായ ആഗ്രഹം പങ്കുവച്ചതും അതനുസരിച്ചുകൊണ്ട് എല്ലാ അറേഞ്ച്മെൻറ്റുകളും അവർ നടത്തിയത്. എന്നാൽ അവിടെ നടത്താനിരുന്ന ബോളിവുഡ് താരത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തടഞ്ഞിരിക്കുന്നു. അനുമതി വാങ്ങാതെ കോളേജ് യൂണിയൻ നടത്താനിരുന്ന ഈ പരിപാടിയെയാണ് തടഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം അദ്ദേഹം രജിസ്ട്രാർക്ക് കൈമാറുകയും ചെയ്തു. ജൂലൈ 5-ാം തീയതിയാണ് സണ്ണി ലിയോണിൻ്റെ പ്രോഗ്രാം നടത്താനായി കോളേജ് യൂണിയൻ തീരുമാനിച്ചത്. പുറമേ നിന്നുള്ള പ്രോഗ്രാമിന് സാധാരണഗതിയിൽ സർവകലാശാലയുടെ അനുമതി വേണം. എന്നാൽ ഈ അനുമതി വാങ്ങിയിട്ടില്ല. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും കഴിഞ്ഞ വർഷം കുസാറ്റിലും വിദ്യാർത്ഥി സംഘടനകൾ ഇതുപോലെ സംഘടിപ്പിച്ച പല പരിപാടികളിലും പല അപകടങ്ങൾ സംഭവിച്ചിരുന്നു. കുസാറ്റിൽ വിദ്യാർത്ഥികളടക്കം മരണപ്പെട്ട വേദനാജനകമായ വാർത്ത പോലും നമ്മെ തേടിയെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അപകടങ്ങൾ നടന്നതിന് പിന്നാലെ കോളേജിന് പുറത്തു നിന്നുള്ള സംഗീത പരിപാടികൾക്ക് മറ്റ് പരിപാടികൾക്കും സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറമേ നിന്നുള്ള DJ പാർട്ടികൾ, സംഗീത നിശ തുടങ്ങിയവ ക്യാമ്പസിൽ നടത്തുന്നത് കർശനമായി തന്നെ നിരോധിക്കുകയും ചെയ്തു. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് സർവകലാശാലയുടെ അനുമതി കൂടാതെ സണ്ണി ലിയോണിൻ്റെ പ്രോഗ്രാം നടത്താനായി കേരള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ സംഘടന തീരുമാനിച്ചത്. ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ ഇത്തരം പരിപാടികൾ ക്യാമ്പസിലോ ക്യാമ്പസിന് പുറത്തോ യൂണിയന്റെ പേരിൽ സംഘടിപ്പിക്കാൻ പാടില്ല എന്നും അതിനെ അനുവദിക്കില്ല എന്നുമുള്ള കർശന നിലപാട് തന്നെയാണ് നിലവിൽ VC സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷമായിരുന്നു ബോളിവുഡ് ഗായിക നികിത ഗാന്ധിയുടെ സംഗീത നിശ കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചത്. എന്നാൽ സംഗീത നിശയ്ക്കിടയിലാണ് അവിടെ അപകടം സംഭവിച്ചത്. പരിപാടിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 4 പേരെന്ന് മരണപ്പെട്ടിരുന്നു. സംഘടനാ പിഴവ് തന്നെയാണ് അതിന് കുറ്റമായി ആരോപിക്കപ്പെട്ടിരുന്നത്. അതേ തുടർന്ന് കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഇതുപോലുള്ള പരിപാടികൾക്ക് സർക്കാർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഉത്തരവ് നിലവിലുള്ള സാഹചര്യത്തിലാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ പരിപാടിയെ അവഗണിച്ചിരിക്കുന്നതും അതിനെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നതും. കനേഡിയൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയായ സണ്ണി ലിയോൺ മുൻ നീലചിത്ര അഭിനേത്രിയും അതുപോലെ തന്നെ മോഡലുമാണ്. ഇപ്പോൾ ബോളിവുഡ് മേഖലയിൽ സജീവ സാന്നിധ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, മലയാളത്തിലടക്കം ചില ചിത്രങ്ങളിൽ വേഷം പകർന്നാടിയിട്ടുള്ള ഒരു താരം തന്നെയാണ് സണ്ണി ലിയോൺ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.